ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഏലിയൻ കൂത്തിന് നെക്ക് ഡിസൈൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2.5 മീറ്റർ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. പിങ്ക് ഷെയ്ഡിൽ സിൽക്ക് ത്രെഡ്, അതിന് മാച്ച് ആവുന്ന രീതിയിലുള്ള പിങ്ക് സീക്വൻസ്, പിന്നെ എടുത്തിരിക്കുന്നത് ഗോൾഡൻ സീക്വൻസ് ആണ്. പിന്നീട് വേണ്ടുന്നത് റെയിൻബോ കട്ട് ബീഡാണ്. ഗോൾഡൻ കളറിലെ കട്ട് ബീഡും യൂസ് ചെയ്യാം, പക്ഷേ റെയിൻബോ കട്ട് ബീഡായിരിക്കും കുറച്ചുകൂടി ഭംഗി വരുന്നത്. നൈലോൺ ത്രെഡ്, സെറി ത്രെഡ്, പിന്നെ വേണ്ടുന്നത് ഗോൾഡൻ കളറിലെ ഷുഗർ ബീഡാണ്. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസാണ് ഈ ഒരു വർക്കിനായിട്ട് വേണ്ടുന്നത്. ഇനി നമുക്ക് ഡിസൈൻ ട്രേസ് ചെയ്യാം. ഞാൻ ഓൾറെഡി ട്രേസിങ് പേപ്പറിനകത്ത് ഡിസൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് നിഴൽ കാണുന്ന തുണി ആയതുകൊണ്ടാണ് ഇങ്ങനെ വെച്ച് വരച്ചെടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഡിസൈൻ വെച്ച് അതിനിടയിൽ കാർബൺ പേപ്പർ വെച്ചാണ് വരച്ചെടുക്കാറുള്ളത്. ഇതുപോലെ ഈ കഴുത്തിൻ്റെ ചുറ്റും നമുക്ക് ട്രേസ് ചെയ്യണം. ഞാനിവിടെ ട്രേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഔട്ട്ലൈൻ നമുക്ക് ഫില്ല് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഷുഗർ ബീഡും നൈലോൺ ത്രെഡുമാണ് എടുത്തിരിക്കുന്നത്. നൈലോൺ ത്രെഡ് കെട്ടിയിട്ടതിന് ശേഷം ഓരോ ബീഡായിട്ട് ഇട്ട് കൊടുക്കുക. എപ്പോഴും നെക്ക് ചെയ്യുമ്പോൾ ആദ്യം ചെറിയ ത്രെഡ് ഉപയോഗിച്ച് 2-3 ലെയർ ചെയിൻ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷമേ ബീഡ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാവൂ. ഞാനാണെങ്കിൽ അതിവിടെ വിട്ടുപോയി. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വർക്കിനൊരു പെർഫെക്ഷൻ ഉണ്ടായിരിക്കത്തുള്ളൂ. അതുപോലെ തന്നെ തയ്ക്കുമ്പോഴും എളുപ്പമായിരിക്കും, കുറച്ചും കൂടി ഈസി ആയിരിക്കും നമുക്ക് തയ്ച്ചെടുക്കാൻ. ഇനി നമുക്ക് ഈ ഫ്ലവർ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ അയൺ നീഡിലാണ് എടുത്തിരിക്കുന്നത്. നേരത്തെയും അയൺ നീഡിലാണ് പറയാൻ വിട്ടുപോയി. ഈ ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷനാണ് ആദ്യം നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. ആദ്യം സെൻട്രലായിട്ട് ഒരു ക്ലിപ്പ് സ്റ്റോൺ വെച്ച് ലോക്ക് ചെയ്തതിന് ശേഷം അതിന് ചുറ്റും ഒരു ലെയർ ഷുഗർ ബീഡ് വെച്ച് നമുക്ക് ഫില്ല് ചെയ്യണം. ഷുഗർ ബീഡ്സിന് പകരം കട്ട് ബീഡ്സ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ ഐഡിയ പോലെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ലോക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ താണ്ടെ ആ സെൻറ്റർ പോർഷൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പെറ്റൽസ് ചെയ്യാം. പെറ്റൽസ് ചെയ്യാനായിട്ട് ഞാനിവിടെ സിൽക്ക് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. 2 സ്റ്റാൻഡ് ത്രെഡ് എടുത്തിട്ട് കെട്ടിട്ടിട്ടുണ്ട്. നമ്മൾ ത്രെഡ് എടുത്തതിന് ശേഷം ചെറിയൊരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് അവിടെ നിന്ന് ത്രെഡ് വലിച്ചെടുത്ത് മുകളിൽ വന്ന് വീണ്ടും ചെറിയൊരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. വീണ്ടും അവിടുന്ന് താഴെ ഫുൾ എടുക്കേണ്ട പകുതി വീണ്ടും ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. വീണ്ടും മുകളിൽ കൊണ്ടുവന്ന് ചെറിയൊരു ചെയിൻ സ്റ്റിച്ച്. വീണ്ടും നമ്മൾ ആദ്യം ചെയ്തതിൻ്റെ ആ വലുപ്പത്തിൽ തന്നെ ചെയ്യണം. അതിന് ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് എന്ന് പറയും. ഇങ്ങനെ ചെയ്യുന്നത് താഴെ ഏരിയ കുറവും മുകളിൽ ഏരിയ കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ വീണ്ടും ചെറിയൊരു ചെയിൻ സ്റ്റിച്ച്, വീണ്ടും ലോങ് സ്റ്റിച്ച് ഇടുക, ഷോർട്ട് സ്റ്റിച്ച് ഇടുക. ഇങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് ഈ പ്രോസസ്സ് ചെയ്യണം. അങ്ങനെ ഈ ഫ്ലവർ മൊത്തം നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ഈ ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സെറി ത്രെഡ് എടുത്ത് 2 സ്റ്റാൻഡ് എടുത്തതിന് ശേഷം കെട്ടിയിട്ടിട്ട് നമുക്കിതിൻ്റെ ഔട്ട്ലൈൻ ചെയ്തെടുക്കണം. ഇതിൻ്റെ അരികിൽ കൂടെ ആ അതേ ഷേപ്പിൽ തന്നെ ആ സെറി ത്രെഡ് ഉപയോഗിച്ച് ചെയ്തെടുക്കുക. സെറി ത്രെഡ് ഉപയോഗിച്ച് ഔട്ട്ലൈൻ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ആ പൂവിൻ്റെ ആ ഒരു ഷേപ്പും ഭംഗിയും കിട്ടുന്നത്. നിങ്ങൾക്കിതിവിടെ കാണുമ്പോൾ മനസ്സിലാവും. ഇനി നമുക്ക് ഈ ബ്രാഞ്ചസ് ചെയ്യണം. പകുതി ചെയ്തു, ക്യാമറ ഓഫായി കണ്ടില്ല. അപ്പോൾ 2 കട്ട് ബീഡ്സ് എടുക്കുക, ഒരു പിങ്ക് ഷെയ്ഡിൽ സീക്വൻസ് എടുക്കുക, ലോക്ക് ചെയ്യുക. വീണ്ടും 2 കട്ട് ബീഡ്സ് ഇടുക. ഇവിടെ പിന്നെ പിങ്ക് ഷെയ്ഡിൽ സീക്വൻസ് തന്നെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, പക്ഷേ ഗോൾഡൻ സീക്വൻസ് ആണ് ആ സെൻറ്ററിലായിട്ട് വരേണ്ടത്. പിന്നെ ഞാൻ മാറ്റി ചെയ്യുന്നുണ്ട്, നിങ്ങൾ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുക. വീണ്ടും 2 കട്ട് ബീഡ്, ഒരു പിങ്ക് കളറിൽ സീക്വൻസ് എന്ന രീതിയിൽ ചെയ്യാം. ഇത് നമുക്ക് മൊത്തം ചെയ്തതിന് ശേഷം നോക്കാം. അടുത്തതായിട്ട് നമുക്ക് ഈ ലീഫ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 കട്ട് ബീഡ്സ് ഇടുകയാണ്. ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഒരു ലോങ് സ്റ്റിച്ച് ഇട്ട് വീണ്ടും ചെറിയൊരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് 3 കട്ട് ബീഡ്സ് ഇട്ട് കൊടുക്കാം. വീണ്ടും ചെറിയ ചെയിൻ സ്റ്റിച്ച് ഇട്ട് ലോങ് സ്റ്റിച്ച് ഇട്ട് ചെറിയൊരു ചെയിൻ സ്റ്റിച്ച് ഇടുക. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്.
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ആര്യ വർക്ക് പഠിച്ച് തുടങ്ങുന്നവർക്ക് പോലും ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. ഇനി തയ്ച്ചതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് കാണാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.